നമസ്കാരം. ഹരിയാനയിൽ ബി.ജെ.പിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. കോൺഗ്രസ് നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് ഹരിയാനയിലെങ്ങും വലിയ ജനസ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോൺഗ്രസ് പി.സി.സിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സന്ദേശയാത്രയ്ക്ക് തുടങ്ങിയ 2 ദിവസത്തിനകം തന്നെ വലിയ സ്വീകാര്യതയാണ് ഹരിയാനയിലെങ്ങും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കോൺഗ്രസിൻ്റെ സന്ദേശയാത്രയിലേക്ക് ഒഴുകിയെത്തുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളും മുൻ ഹരിയാന പി.സി.സി പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന കുമാരി ശൈലജയും സംഘവും നേതൃത്വം നൽകുന്ന സന്ദേശയാത്രയ്ക്ക് ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ജനസ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും സന്ദേശയാത്രയുടെ ഭാഗമാകുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ദീപേന്ദർ സിംഗ് ഹൂഡ എന്ന യുവ നേതാവിനു പുറകിൽ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചു കൊണ്ടുവരികയാണ്. അതിനോടൊപ്പം മഹിളാ കോൺഗ്രസും ഒരുമിച്ച് നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വലിയ രീതിയിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും കുത്തൊഴുക്കാണ് കോൺഗ്രസിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരും നാളുകളിലും നിരവധി എം.എൽ.എമാരും ഭരണകക്ഷിയുടെ നിരവധി നേതാക്കന്മാരും കോൺഗ്രസിലെത്തുമെന്ന് ഹരിയാനയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.